അസ്സലാമലൈക്കും. ഇത് മുബാറക്ക്. എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചില്ലേ? അപ്പൊ ഞങ്ങളെ പെരുന്നാളിന്റെ ഒരു കുട്ടി മിനി വ്ളോഗാണ് കേട്ടോ ഇത്. ഞാനും ഉമ്മ ഇതാ 3 മണിക്ക് എണീറ്റിട്ടാണ് ഞങ്ങളെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. ആദ്യം ഞങ്ങൾ കുക്കിങ്ങിലോട്ട് തിരിഞ്ഞിട്ട് എന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ തിരിയാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് നന്നായിട്ട് ഇറക്കാം. കാരണം നേരത്തെ ഫുഡ് ഉണ്ടാക്കാൻ തിന്നില്ലെങ്കിൽ പള്ളി വിട്ട് വരുമ്പോൾ വരുന്നവർക്ക് ഫുഡ് കൊടുക്കാൻ നമ്മളെ കയ്യിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വേറെ ഫുഡ് ഉണ്ടാക്കാൻ തിരിഞ്ഞു. ഉമ്മ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ബീഫൊക്കെ ഉണ്ടാക്കാൻ തന്നു. ഞാൻ പായസം ഞാൻ ഉണ്ടാക്കിയ പായസം എന്താ വെച്ചാൽ ഫ്രൂട്ട് മിക്സ്ഡ് പായസമാണ് ഉണ്ടാക്കിയത്. പായസത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണ്ടവരൊന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അത് നമ്മുടെ പായസത്തിന്റെ ബാറ്ററും തണുത്ത് വന്നപ്പോൾ ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഫ്രൂട്ട്സ് ഉണ്ട്, പൈനാപ്പിൾ ഒഴികെ ബാക്കി എല്ലാ ഫ്രൂട്ട്സും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ അടുക്കളയിലെ പണിയൊക്കെ ഒന്ന് ഒതുക്കിയ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ രണ്ടാളും കുളിച്ച് മാറ്റി ഒരുങ്ങാൻ റെഡി ആയിട്ടോ. ഈ മുതലിന് ഒരുക്കാണ് എനിക്ക് ഭയങ്കര പണി കിട്ടും. എങ്ങനെയുണ്ട് നിനിമാരുടെ ഡ്രസ്സ് ഒരു കൊറിയൻ ടച്ച് കൊണ്ടുവരാണ് ഞങ്ങൾ നോക്കിയത്, പക്ഷെ അതൊക്കെ ഒന്നും എത്തിയില്ല. ഈ മുതലിന് ഒരുക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ടാസ്കുള്ള പരിപാടി ഈ മുടി കെട്ടുമ്പോഴാണ്. അപ്പോൾ താത്ത അടങ്ങി നിൽക്കില്ല. അപ്പോൾ താത്തക്ക് ഇല്ലാത്ത പരിപാടി ഉണ്ടാവില്ല. കുറേ എണീക്കണം, കുറേ കളിക്കണം, കുറേ അവിടെ നിന്ന് ഇവിടെ നിന്ന് സാധനങ്ങൾ വലിച്ചിടണം. അടി നിൽക്കാനേ താത്താക്ക് ഒഴിവില്ല. എന്താണെന്ന് അറിയില്ല, താത്തല്ല ഡിസിപ്ലിൻ ഉള്ള കുട്ടീനെ പോലെ അടങ്ങി ഒതുങ്ങി നിന്നുണ്ടെങ്കിൽ മുടിയും കാര്യങ്ങൾ കെട്ടിട്ടുണ്ട്. ചിലപ്പോൾ വീഡിയോ എടുക്കണോണ്ടായിരിക്കാം മേ ബി. ഹെയർസ്റ്റൈൽ ഞാൻ ഒരു കൊറിയൻ ടച്ച് കൊണ്ടുവരാൻ നോക്കിയത്. അതേപോലെ തന്നെ ബോയും കാര്യങ്ങളൊക്കെ ഞാൻ കൊറിയൻ ടച്ചുള്ള ഒരു ബോയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആക്കിയത്. പിന്നെ ചെറിയൊരു മാലി 2 വളയും ചെറിയൊരു സ്റ്റെഡും കൂടി ഇട്ടിട്ട് ആളെ സുന്ദരിയാക്കി എടുത്തിട്ടുണ്ടോ. നിനുവിൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോസും കാര്യങ്ങളും വേണ്ടവരൊന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ അപ്ലോഡ് ചെയ്യണ്ടേ. ഒരിക്കൽ സെറ്റാക്കി വന്നപ്പോൾ ഇതിൻ്റെ കാക്ക പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡടിയും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്നെ ഒരുക്കാൻ വേണ്ടി നിന്നു. വെറുതെ ഒന്നുമില്ല, അന്ന് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഒരുങ്ങാന്ന് വിചാരിച്ചു. ഒരുങ്ങാൻ നിങ്ങൾ വിചാരിക്കും കുറേ പുട്ടി വാരി തേക്കാനുണ്ടാവും, പക്ഷെ നമുക്കൊരു പുട്ടിയില്ല. നമുക്ക് ആകെ ഒരു മോയ്സ്ചറൈസറും ലിബാമും ഉണ്ടായാൽ മതി, നമ്മൾ സെറ്റാണ്. പിന്നെ ചെറിയൊരു കമ്മലും ഒരു മാലയും ഉണ്ടായാലും പിന്നെ പറയാണ്ടോ ആകെ സെറ്റായില്ലേ. നമ്മളെ നാട്ടിലും കാര്യങ്ങളും കഴിഞ്ഞിട്ടൊന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പോകാൻ നോക്കുമ്പോൾ അത് അടുത്ത മുതലുകൾ എത്തിയിട്ടുണ്ട്. ഇവർ വരുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ പരിപാടി എല്ലാം കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ആൾക്കാർ നേരത്തെ എത്തി. വന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ അമലും അബിയും തന്നെ കേട്ടോ. ആദ്യം തന്നെ വന്നു, കാരണം ഒരു നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് രാത്രി കുറച്ച് നേരം ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് നേരത്തെ വന്ന് ഫുഡടിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പോയിട്ട് റൂമിൽ കിടന്ന് ഉറങ്ങണം ഒറ്റ വിചാരത്തിൽ വന്നിട്ടോ. പിന്നെ ഓളിതാ കുറേ നേരം മഴ എന്തൊക്കെയോ പറഞ്ഞ് തള്ളുണ്ട്, എന്താണോ ആവോ. അങ്ങനെ എന്താ പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോൾ കാക്കാൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓർക്കുള്ള ഡെസേർട്ടും കാര്യങ്ങളും കൊടുത്തു. എൻ്റെ ഉമ്മാക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഉമ്മക്ക് പരാതി ഞാൻ മൈലാഞ്ചിട്ട് എടുത്ത് കൊടുത്തില്ലാന്ന്. പിന്നെ ഉമ്മാനെ പരാതി തീർത്തു കൊടുത്തു. പിന്നെ നേരെ ഞങ്ങൾ ബാനുവിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നല്ല മന്തിയും ചിക്കൻ കടായും ബീഫൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാന്നുള്ള കർമ്മത്തിലൂടെ നിന്ന് ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കൽ നിർബന്ധമാണല്ലോ പെരുന്നാൾ. അതില്ലെങ്കിൽ പിന്നെ എന്ത് പെരുന്നാളാണ്. അങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും ഇനിമി തെണ്ടാൻ വേണ്ടി പോയി. ഇത്ര നേരം ഞങ്ങൾ പോകാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. വണ്ടി കൊണ്ട് കാക്കാരൊക്കെ പോയോണ്ട് തന്നെ വണ്ടി കിട്ടിയപ്പോഴാണ് എനിക്ക് സന്തോഷമായത്, സമാധാനമായത്. അങ്ങനെ നേരെ ഉമ്മമാനെ വീട്ടിൽ പോയതിൻ്റെ ശേഷം ഉമ്മമാനും കണ്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ട് അവിടുന്ന് കസിനെ എടുത്താണ് കസിൻ്റെ കെട്ടിയോൻ്റെ വീട്ടിൽ തട്ടിക്കൊടുത്ത് ഞാൻ അവിടുന്ന് കുറച്ച് ചെടിയും കാര്യങ്ങളും കട്ടെടുത്ത് പറിച്ചതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ താത്തൊക്കെ പിന്നെയും കറങ്ങാൻ പോകണം. ആകെ ഞാൻ ക്ഷീണിച്ചിട്ട് നല്ല വെയിലായതുകൊണ്ട് നല്ല ഉറക്കം വരും. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് കിടന്നാണ്ട് ഉറങ്ങി. അപ്പോൾ ബൈ.